ഞാൻ 9ാം ക്ലാസ്സിൻ്റെ പുൽബനിതമ എന്ന ചാപ്റ്റർ പഠിപ്പിച്ചിരുന്നല്ലോ. അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ പറയാമെന്ന് പറഞ്ഞു. അതിനുവേണ്ടിയാണ് ടീച്ചർ ഇന്ന് വന്നിരിക്കുന്നത്. നിങ്ങൾ ടെക്സ്റ്റൊക്കെ വായിച്ച് നോക്കി നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ടീച്ചർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് ശ്രദ്ധിച്ചോളൂ. വായിക്കാം. നമുക്കൊരു ഫസ്റ്റ് ക്വസ്റ്റ്യനും ഒരു ടിപ്പണിയുമാണുള്ളത്. ഓക്കെ, നോക്കിക്കോളൂ. പുൽ ബനിദി മാം സേ ക്യാ താൽപര്യ ഹെ? പാലമായിരുന്നു അമ്മ, ഇതിൻ്റെ അർത്ഥമെന്ത്? अपने बच्चों के बीच प्यार, करुणा और भाईचार बढ़ाकर सभी कदरों से उन्होंने बजाकर माम आगों बढ़ती है. वाइक्याम. अपने बच्चों के बीच प्यार, करुणा और भाईचार बढ़ाकर सभी कदरों से उन्हें बजाकर माम आगों बढ़ती है. അതായത് അമ്മ തൻ്റെ കുട്ടികൾക്കിടയിൽ സാഹോദര്യം, സ്നേഹം, കരുണ എന്നിവ വളർത്തി എല്ലാ അപകടങ്ങളിൽ നിന്നും അമ്മ മക്കളെ രക്ഷിച്ചു. അതായിരുന്നു പാലമായിരുന്നു അമ്മ എന്ന ഇതിൻ്റെ അർത്ഥം. നോക്കിക്കോളൂ. പുൽബനിദി മാം സെ ക്യാ താൽപര്യ ഹെ? अपने बच्चों के बीच प्यार, करुणा और भाईचार बढ़ाकर सभी कदरों से उन्हें बचाकर माम आगों बढ़ती है. മനസ്സിലായോ? അമ്മയിൽ നിന്ന് സ്നേഹം, കരുണ, സാഹോദര്യം എല്ലാം കിട്ടി അല്ലേ? അമ്മ അവരെ നന്നായി വളർത്തി, അമ്മ അവരെ രക്ഷപ്പെടുത്തി അല്ലേ? അങ്ങനെ രക്ഷിച്ച് അമ്മ മുന്നോട്ട് പോകുന്നു. അതായിരുന്നു അമ്മയുടെ കർത്തവ്യം എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല, അതുകൊണ്ടാണ് ടീച്ചർ എഴുതി സ്ക്രീനിലിട്ടിരിക്കുന്നത്. നിങ്ങളത് ശ്രദ്ധിച്ചോളൂ. ഇത് ടിപ്പണിയാണ്. ഏതൊരു കവിതയ്ക്കും ഒരു ടിപ്പണി കാണും, ഒരു സാരാംശം കാണും. അതുപോലെ തന്നെ നമ്മുടെ കവിക്കും ഒരു ടിപ്പണി ഇവിടെ കൊടുത്തിട്ടുണ്ട്. നരേന്ദ്ര പുണ്ടരിക്കാണ്, അറിയാമല്ലോ കവി. നമുക്ക് നോക്കാം. നിങ്ങൾ സ്ക്രീൻ നോക്കണം. കവിത കാ പരിചയ ദേനെ ഹുയെ ടിപ്പണി ലിഖെ. അതായത് കവിതയെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു കുറിപ്പ് തയ്യാറാക്കുക. हिंदी के प्रमुख कवि नरेंद्र पुंडरीक की एक सुंदर कविता है पुल बनीदी मां. പ്രസിദ്ധ കവി നരേന്ദ്ര പുണ്ടരീക്കിന്റെ ഒരു മനോഹരമായ കവിതയാണ് പാലമായിരുന്നു അമ്മ. इसमें कवि മാം കെ ജീവൻ കെ ബാരെ മേ ബതാത്തെ ഹെ. ഇതിൽ അമ്മയുടെ ജീവിതത്തെക്കുറിച്ചാണ് കവി ഇവിടെ പറയുന്നത്. पिता के मरण के बाद बच्चों के देखभाल माम की करती थी. അതായത് അച്ഛൻ്റെ മരണശേഷം മക്കളെ അമ്മയാണ് സംരക്ഷിച്ചത്. धीरे धीरे माम का शरीर दुर्बल हो गया और आवाज़ भी दुर्बल हो गई. പതിയെ പതിയെ അമ്മയുടെ ശരീരം ദുർബലമായി, ശബ്ദവും ദുർബലമായി. बच्चों के पालते पालते बूढ़ी हो जाने पर माम बच्चों का बोझ बन गई. അമ്മ, അതായത് മക്കളെ വളർത്തിയ അമ്മ വൃദ്ധയായപ്പോൾ മക്കൾക്ക് ഭാരമായി എന്ന് തോന്നി അല്ലേ? അപ്പോൾ ആ ഉത്തരവാദിത്വം കൂടിയായപ്പോൾ മക്കൾക്ക് അത് വീതിച്ചെടുക്കേണ്ടി വന്നു. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളയാ അല്ലേ? മക്കളത് ഷെയർ ചെയ്തേണ്ടി വന്നു. अपने बच्चों को बोझ समझ करके बच्चों के कंधों से उतर गई. അതായത് അവരുടെ തോളിൽ നിന്ന് ഇറങ്ങി. അതായത് താൻ മക്കൾക്ക് ഭാരമാകുമോ എന്ന് മനസ്സിലാക്കി അവർ അവരുടെ മക്കളുടെ തോളിൽ നിന്ന് ഇറങ്ങി. മാം മർ ഗയി, അമ്മ മരിച്ചു. മാം കി മൃത്യു കെ ബാദ് ബച്ചോ ബേസ്ഹാരെ ബൻ ഗയെ. അതായത് അമ്മയുടെ മരണശേഷം മക്കൾക്ക് ആശ്രയമില്ലാത്തവർ ആയി. കവിത സച്മുച്ച് ഹമാരെ മാൻ കോ छूने वाले है മാം അഖിർ മാം ഹി തോഹെ. അതായത് ഈ കവിതയെക്കുറിച്ച് കവി പറയുന്നത്, കവി വാസ്തവത്തിൽ നമ്മുടെ മനസ്സിനെയാണ് സ്പർശിക്കുന്നത് അല്ലേ? അമ്മ എപ്പോഴും അമ്മ തന്നെയല്ലേ എന്നാണ് കവി പറയുന്നത്. ഇൻ പങ്ക്തിയോ കാ അർത്ഥ കിത്തന മഹാൻ ഹെ. ഈ വരിയുടെ അർത്ഥം എത്രയോ മനോഹരമാണ്. അതാണ് നരേന്ദ്ര പുണ്ടരീക്ക് ഇവിടെ പറയുന്നത്. ഞാനൊരു ചെറിയ ടിപ്പണി ചെറുതായിട്ട് ചുരുക്കിയാണ് ടീച്ചർ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ടീച്ചർ ഒന്നുകൂടെ വായിച്ചു കേൾപ്പിക്കാം. हिंदी के प्रमुख कवि नरेंद्र पुंडरीक की एक सुंदर कविता है पुल बनीदी माम. इसमें कवि माम के जीवन के बारे में बताते हैं. पिता के मरने के बाद
बच्चों की देखभाल की माम की करती थी। धीरे धीरे माँ का शरीर दुर्बल हो गया और आवाज़ भी दुर्बल हो गई। बच्चों को पालते पालते बुद्धि हो जाने पर माँ बच्चों का बोझ बन गई। अपने को बच्चों का बोझ समझकर वे बच्चों के कंधों से उतर गई। माँ मर गई। माँ की मृत्यु के बाद बच्चों बेसहारे बन गए। कविता सचमुच हमारे मन को छूने वाले हैं। माँ आखिर माँ ही तो है। इन पंक्तियों का अर्थ कितना महान है. അതായത് പ്രസിദ്ധനായ കവിയാണ് നരേന്ദ്ര പുണ്ടരിക്ക്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായൊരു കവിതയാണ് പുൽബനീതി മാം എന്ന് പറയുന്നത്. ഇതിൽ അമ്മയെക്കുറിച്ചാണ് കവി ഇവിടെ കൂടുതലും പറഞ്ഞിരിക്കുന്നത്. അമ്മയായിരുന്നു മക്കളെ കൂടുതൽ പോറ്റി വളർത്തിയിരുന്നത്. അങ്ങനെ അമ്മ ധീരെ അമ്മ പതിയെ അമ്മ ദുർബലയായിരിക്കുകയും അവരുടെ ശബ്ദത്തിനും വ്യത്യാസമുണ്ടാവുകയും ചെയ്തു. മക്കൾക്ക് ഭാരമാകുമോ എന്നായിരുന്നു അമ്മയുടെ ചിന്ത. അതുകൊണ്ട് അവർ ഒരു ദിവസം മക്കളുടെ തോളിൽ നിന്ന് ഇറങ്ങി. അതായത് അമ്മ മരിച്ചുപോയി. മാംക മർഗൈ, അമ്മ മരിച്ചുപോയി. അതുകൊണ്ട് അമ്മ മരിച്ച ശേഷമാണ് മക്കൾക്ക് സ്വയം തോന്നി ഞങ്ങൾക്ക് ആരും ആശ്രയമില്ലാത്തവരായി എന്ന് മനസ്സിലായത്. പിന്നെ കവി ലാസ്റ്റ് ഒരു വരി പറയുന്നുണ്ട്. എന്തുവാണ്? കവിത സച്മുച്ച് ഹമാരെ മൻകോ ചൂനെ വാലേ. അതായത് കവി വാസ്തവത്തിൽ തങ്ങളുടെ മനസ്സിനെ സ്പർശിക്കുകയാണ് ചെയ്തത്. എങ്ങനെയാണ്? മാം അഖിർമാ ഹോ തോ ഹേ. അമ്മ എപ്പോഴും അമ്മ തന്നെയാണല്ലോ. ഇൻ പങ്ക്തിയൊക്കെ അർത്ഥ കിത്തന മഹാൻ ഹേ. ഈ വരികളുടെ അർത്ഥം എത്രയോ മഹത്വമാണ് എന്നാണ് കവി ഇവിടെ പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, ഇനി ടീച്ചറിൻ്റെ അടുത്ത ക്ലാസ്, ഇനി നമ്മൾ അടുത്ത നെക്സ്റ്റ് ചാപ്റ്ററാണ് പഠിക്കാൻ വരുന്നത്. അത് നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരണമെന്നുണ്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.